ഹലോ ഗായ്സ്, താങ്ക്സ് ഫോർ ചെക്കിംഗ് ബാക്ക് ഓൺ മൈ ചാനൽ മിസ്റ്റർ ഷെഫ്. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വെള്ളിക്കുളങ്ങരയിലുള്ള അതിർത്തി ഷാപ്പിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇടിയിറച്ചിയുടെ റെസിപ്പിയാണ്. നമ്മുടെ മലയാളികൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് നമ്മളുടെ ഇടിയിറച്ചി. പക്ഷെ നമ്മൾ ഇടിയിറച്ചി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഇറച്ചി മേടിച്ച് കൊണ്ടുവന്ന് ഉപ്പിലൊക്കെ തിരുമ്മി ഇതൊരു 3-4 ദിവസം ഉണക്കിയെടുത്തതിന് ശേഷമാണ് നമുക്കിത് ഇടിയിറച്ചി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ലോങ് പ്രോസസ്സ് നമുക്ക് ഷോർട്ടായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മളുടെ അതിർത്തി ഷാപ്പിൽ നമ്മുടെ രാജീവേട്ടൻ നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഈ ഷാപ്പ് വളരെ പോപ്പുലറാണ്. വെള്ളിക്കുളങ്ങര ഭാഗത്തുള്ള ഏറ്റവും നല്ല ഷാപ്പാണ്. അതുമാതിരി തന്നെ ഇതിന്റെ ആംബിയൻസ്, നമ്മൾ വരുന്ന വഴി, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മൾ ചട്ടിക്കുളം ഡിപ്പോ വഴിയാണ് നമ്മൾ ചാലക്കുടിയിൽ നിന്ന് വരുമ്പോൾ വരേണ്ടത്. മാരാങ്കോട് വന്നതിന് ശേഷം കമലകട്ടയ്ക്ക് കൂടി അവർ ഇറക്കം ഇറങ്ങിയതിന് ശേഷം കറക്റ്റ് റൈറ്റ് സൈഡിൽ കാണുന്ന ഷാപ്പാണ് നമ്മുടെ അതിർത്തി ഷാപ്പ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മളുടെ ഈ സ്പെഷ്യൽ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാം, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളത് അടുത്തായിട്ട് നമുക്ക് നോക്കാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ രാജീവേട്ടൻ. നമ്മളുടെ അതിർത്തി ഷാപ്പിലെ എല്ലാ ഫുഡ് ഉണ്ടാക്കുന്നതും നമ്മുടെ രാജീവേട്ടനാണ്. ഇപ്പൊ രാജീവേട്ടൻ എത്ര വർഷമായിട്ട് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ ഷാപ്പിൽ 3 വർഷമായിട്ട്. പിന്നെ കാറ്ററിംഗ് ഉണ്ട്. കാറ്ററിംഗ് ഉണ്ടല്ലേ? ഒരു 15 വർഷത്തോളമായി. ചേട്ടൻ എവിടെയും പഠിച്ചിട്ടുണ്ടോ? അത് എങ്ങനെയാണ് നമ്മൾ ഈ കുക്കിംഗ് ഒക്കെ പഠിച്ചു തുടങ്ങി? നാട്ടിലുള്ള ആശാമാരുടെ കൂടെ പഠിച്ചിരിക്കും. അതെ, അപ്പൊ നമ്മുടെ നാട്ടിലുള്ള പക്ക നാടൻ ആശാമാരോടെ പഠിച്ചാണ്. അപ്പൊ അതിന്റെ ടേസ്റ്റ് എന്തായാലും ആളുടെ റെസിപ്പി ഉണ്ട്. ഫുഡ് അടിപൊളിയാണ്. നിങ്ങൾ വലിയ ലക്ഷറി ആംബിയൻസ് പ്രതീക്ഷിക്കാണ്ട് വരിക. ഫുഡ് ഇഷ്ടപ്പെടുന്ന ഞാൻ ഗ്യാരണ്ടി പറയാം. അപ്പൊ ചേട്ടാ, നമുക്ക് ഇന്ന് എന്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്? നമ്മളിപ്പോ ഇടി ബീഫാണ് കാണിക്കുന്നത്. ഇടിയിറച്ചി എന്നുള്ളത്. ഇടിയിറച്ചി അതിപ്പോ നമ്മള് സാധാരണ ഉണക്കി ചെയ്യലാണ്. അതിപ്പോ നമ്മള് പുറം രാജ്യത്തിലുള്ളവർക്ക് നടക്കില്ല അത്. അതെ, അപ്പൊ അവർക്ക് ഇത് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം, അതായത് ഈ പറഞ്ഞ ലോങ് പ്രോസസ് ഇല്ലാണ്ട് പെട്ടെന്ന് ബീഫ് മേടിച്ച് എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കാണിക്കുന്നത്. അതാണ് ഇപ്പൊ കാണിക്കാൻ. ശരി ശരി. ഇപ്പൊ ഇത് 1 കിലോ ബീഫാണ്. 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോ നമ്മള് 3 പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയതാണ്. നല്ല കട്ടിയുള്ള പീസുകളാണ്. അതായത് ഒട്ടും വേസ്റ്റ് ഇല്ലാതെ എടുക്കണം. അപ്പൊ നമ്മളിത് 1 കിലോ ഇറച്ചി കുക്കറിലേക്ക് ഇടുകയാണ്. അപ്പൊ ചേട്ടാ, നമ്മൾ ബീഫ് ഇട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ എന്താ ഇടുന്നത്? ഇനി നമുക്ക് ആദ്യം വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കണം അല്ലേ? വെള്ളം എന്താണ് ചേട്ടാ ഒഴിക്കുന്നത്? നമുക്കൊരു 3/4 ലിറ്റർ കണക്കാക്കി ഒഴിക്കാം. ഓക്കെ ചേട്ടാ, നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അടുത്ത് എന്താ ഇനി നമുക്ക് ഉപ്പ് എടുക്കാം. ഉപ്പ് എന്താണ് നമ്മൾ ഇടുന്നത്? അപ്പോൾ നമ്മളിപ്പോ ഈ ചെറിയ ടീസ്പൂണിൽ 3 ടീസ്പൂൺ കണക്കാക്കി. 3 ടീസ്പൂൺ അല്ലേ? അടുത്ത ചേട്ടാ എന്താണ്? മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി ഇടുക അല്ലേ? മഞ്ഞപ്പൊടി എന്താ ചേട്ടാ? അത് നമ്മൾ ഈ ടേബിൾ സ്പൂൺ 1 ടീസ്പൂണിന് 1 ടീസ്പൂൺ ഇടും അല്ലേ? ഇനി നമുക്കതൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം, മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് കുക്കറിൽ ലോക്ക് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ. ഓക്കെ, അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ അടിച്ചാൽ മതി എന്നുള്ള ആൾ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഐറ്റം റെഡി ആയതുകൊണ്ട് കുറച്ച് സമയം ബാക്കിയുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ അടുത്തതായിട്ട് കുറച്ച് ഷാപ്പിലെ റെസിപ്പികൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. കാരണം നമുക്ക് മലയാളികൾക്ക് ഷാപ്പിലെ രുചിക്കൂട്ടുകളോട് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. നമ്മൾ കല്ല് കഴിച്ചില്ലെങ്കിലും അവിടെ പോയിട്ട് കറി കഴിക്കുന്നവരാണ് നമ്മൾ മിക്കവരും. ഞാൻ ഈ ഷാപ്പിലെ റെസിപ്പികൾ ഇടുന്നതിൻ്റെ പേരിൽ ഞാൻ ഒരിക്കലും ഒരു മദ്യപാനം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടല്ല ഞാൻ ഈ വീഡിയോസ് എടുക്കുന്നത്. നമുക്ക് നല്ല ഫ്രണ്ട്സ്, നല്ല പാട്ടുകൾ പാടി, നല്ല ഭക്ഷണം കഴിച്ച് നമുക്ക് ഷാപ്പിലെ അറ്റ്മോസ്ഫിയർ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ പല ഷാപ്പുകളിലും ഫാമിലി റൂംസ് സെപ്പറേറ്റ് ഉണ്ട്. ഇവിടെ അവർക്ക് വലിയ എലാബറേറ്റഡ് ആയിട്ടുള്ളൊരു ഫാമിലി റൂംസ് ഇല്ലെങ്കിലും അവർ സെപ്പറേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോവുക, നമുക്ക് നല്ല ഫുഡ് കഴിക്കുക, നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. അതാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായത്തിലുള്ള വേറെ ഷാപ്പുകൾ ഏതെങ്കിലും റെക്കമെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. പിന്നെ നമ്മളുടെ ഈ വീഡിയോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും ഡെഫിനറ്റ്ലി മറക്കാണ്ട് എഴുതി അറിയിക്കുക. അപ്പോൾ നമ്മളുടെ ഇത് ഒരു വിസിൽ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ വിസിൽ പൊക്കി കളയണം. അപ്പൊ ഗൈസ്, നമ്മുടെ ബീഫ് ഇവിടെ നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ചേട്ടാ, അടുത്ത എന്താ പറയുക? നമ്മുടെ ഇനി നമ്മൾ ഈ വെള്ളം റിമൂവ് ചെയ്തിട്ട് കുറച്ച് നേരം ഫാനിന്റെ ഇതിൽ വെച്ച് ഒന്ന് ചൂട് ബീഫ് തണുപ്പിച്ചതിന് ശേഷം നമ്മളൊന്ന് ചതച്ചെടുക്കാന്ന് പറയും. അത് സാധാരണ അമ്മിയിൽ ചതക്കുന്നു. ഇപ്പൊ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് ഫാസ്റ്റ് ആക്കാൻ വേണ്ടി, കാരണം ഇത് പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് അത് തന്നെയായിരിക്കും എളുപ്പം. ഇനി നമുക്ക് ഇത് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം അല്ലേ? അപ്പൊ നമ്മൾ ക്രഷ് ചെയ്ത് ഉള്ളി കൊണ്ടുപോയിട്ട് മിക്സിയിലിട്ട് അടിച്ചു കൊണ്ടിട്ടാണ്. അപ്പോൾ നമ്മൾ ഇത് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നുണ്ട് ബീഫ്. ഇത് കണ്ടോ, ഇതുപോലെ ആവും ക്രഷ് ചെയ്ത് കഴിയുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ ഓരോ ഫൈബറും തിരിഞ്ഞു വന്നിട്ടുണ്ട്. ആ രീതിയിൽ നമ്മൾ ശരിക്കും കറക്റ്റായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം. നമ്മൾ ഒരു 2 പീസ് ഇഞ്ചി, ഒരു 6-7 അല്ലി വെളുത്തുള്ളി, ഉള്ളി അതുപോലെ ഒരു 8-9 ഉള്ളി എടുക്കാം. ഇത് കൂടിയെന്ന് വെച്ച് കുഴപ്പമില്ല, ടേസ്റ്റ് കൂടുകയുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ആവശ്യമായുള്ള ഇഞ്ചി, വെളുത്തുള്ളി, നമ്മുടെ കുഞ്ഞുള്ളി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അടുത്തായി നമ്മളുടെ കുക്കിങ്ങിലേക്ക് നമുക്ക് കിടക്കാം. അടുത്തത് നമുക്ക് ഉരുളി കയറ്റാം കേട്ടോ. ഇനിയൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ചേട്ടാ, അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടല്ലേ? അപ്പോൾ അടുത്ത് എന്താ ചെയ്യണേ? നമ്മളിപ്പോൾ ഈ ചതച്ചത് എല്ലാം കൂടെ ഒന്നിച്ചാണ് ഇടുന്നത്. ശരി ശരി. ഇതുപോലെ മൂത്ത് കഴിയുമ്പോൾ
നമ്മൾക്കിനി മറ്റുള്ള മസാലകൾ ചേർക്കാം. ചേട്ടാ അടുത്ത എന്താണ്? ക്രഷ് ചെയ്ത് എനിക്ക് മുളക്. ഓക്കെ കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ. രണ്ട് ടേബിൾ സ്പൂൺ. അടുത്തായിട്ട് എന്താ ചേട്ടാ? ചില്ലി പൗഡർ. ചില്ലി പൗഡർ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അല്ലേ ചേട്ടാ? അടുത്തത് ഉണ്ട് ഗരം മസാല. അപ്പോൾ നമ്മുടെ മസാല എല്ലാം ഇട്ടിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മൂക്കണം. പച്ചമുളക് മാറില്ല ചേട്ടാ. അപ്പോൾ നമ്മൾ ഈ മസാല മൂപ്പിക്കുമ്പോൾ നമ്മൾ മാക്സിമം മീഡിയത്തിലല്ലെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ചേട്ടാ അടുത്തത് നമുക്കിപ്പോൾ ക്രഷ് ചെയ്ത ബീഫ്. നമ്മുടെ ക്രഷ് ചെയ്ത ബീഫ് ഇടണം നമ്മൾ അടുത്തായിട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ വളരെ ഈസി ആയിട്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. കുറച്ച് ഐറ്റംസ് മാത്രം, പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജീവേട്ടൻ ഒരു സാധനം നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. അപ്പോൾ രാജീവേട്ടൻ്റെ നമ്പർ ഞാൻ നമ്മുടെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ വിളിച്ച് ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിലോ വേണമെന്നുള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധനം ഉണ്ടാക്കി റെഡിയാക്കി തരുന്നതായിരിക്കും. കേറ്ററിങ്ങും കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യുന്ന ചേട്ടനാണ്. അപ്പോൾ നിങ്ങൾ തൃശ്ശൂർ അല്ലാന്നുണ്ടെങ്കിൽ ഇവൻ പാലക്കാട്, എറണാകുളം ഏത് ജില്ലയിലുള്ള ആൾക്കാരായാലും കേറ്ററിങ്ങിനൊക്കെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് നല്ല രീതിയിൽ റെസ്പോൺസിബിൾ ആയിട്ട് ഉണ്ടാക്കി തരാനായിട്ട് ചേട്ടൻ്റെ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി നിങ്ങൾ അവിടെ പോയി ഉണ്ടാക്കുക, അത് ഇവിടുന്ന് ഉണ്ടാക്കി കൊടുക്കും. എങ്ങനെയത് ചെന്ന് ചെയ്യേണ്ടതാണെങ്കിൽ ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് റെഡിയാക്കി കൊണ്ടുപോകും. അപ്പോൾ രണ്ട് കാര്യത്തിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്പർ നോട്ട് ചെയ്ത് വെച്ചോ നിങ്ങൾക്ക് ആവശ്യത്തിന്. ഉപ്പ് കുറവുണ്ട്, അപ്പോൾ അര ടീസ്പൂൺ ഉപ്പ് ഇടാം അല്ലേ ഗൈസ്? അപ്പോൾ നമുക്ക് കാണുന്ന മാതിരി ഇത്ര നന്നായിട്ട് ബ്രൗൺ കളറിലേക്ക് വരണം. നമ്മൾ ഏകദേശം ഒരു 15 തുടങ്ങി 20 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ നന്നായിട്ട് സോത്ത ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു കളർ വരുമ്പോഴാണ് നമ്മൾ നിർത്തേണ്ടത്. എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു 4 തണ്ട് കറിവേപ്പില ഇട്ട് അവസാനിപ്പിക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് ചേട്ടാ. അപ്പോൾ നമ്മുടെ ഇടിയിറച്ചി വളരെ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ല് തന്നെയാണ് വരുന്നത്. അപ്പോൾ അടുത്തായിട്ട് ഞങ്ങൾ ടേസ്റ്റ് നോക്കാൻ പോവാണ്. അപ്പോൾ ജിബിന് നമ്മുടെ പാട്ടൊക്കെ റെഡിയാണോ? എന്താ പാട്ട് റെഡിയാണോ? പാട്ട് റെഡിയാണോ? ഓക്കെ. വരമ്പത്തിലൂടെ ഒരു ഓലക്കൂടയും എടുത്ത് ചെറുഞാറു നടന്നൊരു കാലത്തന്ന് ഓടി നടന്നൊരു പെണ്ണെ, കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ടു വരച്ച് പിന്നെ വാർമുടിയൊക്കെ വിരിച്ച് നല്ല ചേലുള്ള പാവാടയിട്ട് ആ തോട്ടോരത്തുള്ളൊരു കൈതോലക്കൂട്ടത്തിനോരത്തു നിൽക്കണൊരാൽമരത്തിൻ തൊട്ടിലിരിക്കണ ദേവിക്കു ചാർത്തുവാൻ പൂവുകൾ കൊണ്ടുപോയോ പെണ്ണെ, പൂവുകൾ കൊണ്ടുപോയോ. ആദ്യം നമ്മള് ഇടിയിറച്ചിയിലാണ് തുടങ്ങുന്നത്. നമ്മൾ ഉണ്ടാക്കിയ സ്പെഷ്യൽ ഐറ്റം ഉപ്പ് സാധനം. അടിപൊളിയാണ്, അടിപൊളി സാധനം, അടിപൊളി സൂപ്പറാണ്. ഓക്കെ, ഇത് ബീഫ് അല്ലേ? ബീഫ് ബീഫ് അടിപൊളി. ആട്ടുന്നരയാണോ നോക്കാം നമുക്ക്. ആട്ടുന്നര എന്തിട്ടാണോ മരുന്നിട്ട് വെച്ചാണോ എന്ന് പറഞ്ഞാൽ? ആയുർവേദ മരുന്ന്. അടിപൊളി. ആട്ടുന്നര വെറൈറ്റി ടേസ്റ്റ് ഇടാം. നമ്മുടെ മരുന്നിട്ട് അങ്ങാടിപ്പട്ടിയിൽ നിന്ന് മേടിക്കുന്നത് നമ്മുടെ മരുന്ന് കൂട്ടിലിട്ടാണ് സാധനം ഉണ്ടാക്കിക്കുന്നത്. അടിപൊളി. അതെ, ഇതൊക്കെ സ്ഥിരമുണ്ട്, ധൈര്യമായിട്ട് പോരാ. എല്ലാം നിങ്ങൾക്ക് സൂപ്പറായിട്ട് ഇഷ്ടപ്പെടും ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. ഇതൊരു സ്പെഷ്യൽ പ്ലേസ് ആണ്, നിങ്ങൾ ഉറപ്പായിട്ടും വന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇതുമാതിരത്തെ വീഡിയോസ് കാണുവാനായിട്ട് നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങളുടെ ഹോം പേജിൽ നോട്ടിഫിക്കേഷൻ വരും. അതുവഴി നിങ്ങൾക്ക് പുതിയ വീഡിയോസ്, പുതിയ റെസിപ്പികൾ കിട്ടുവാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യും. അൻലെസ് സീ യു വിത്ത് ഡിഫറെന്റ് വീഡിയോ. ബൈ.